വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര. അവതരണം റാഫി പാറക്കാട്ടിൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ, ഖത്തർ. അധ്യായം 415. നല്ല തുടക്കം പകുതി വിജയിച്ചതിന് തുല്യം. വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് ഇംഗ്ലീഷുകാർ പറയാറുള്ളത്. ഏതു കാര്യത്തിലും നല്ല തുടക്കം വളരെ പ്രധാനമാണ്. ഒരു പദ്ധതി, പഠനം, ജോലി അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ലക്ഷ്യം, എന്തായാലും അത് ഉത്സാഹത്തോടെയും കരുതലോടെയും തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ വിജയത്തിൻ്റെ പാതിഭാഗം പിന്നിട്ടതുപോലെയാണ്. നല്ല തുടക്കം ആത്മവിശ്വാസം നൽകുകയും മുന്നോട്ടുള്ള പ്രയത്നങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യും. അതിനാൽ തുടങ്ങുവാൻ ധൈര്യം കാണിക്കുക എന്നതാണ് വിജയത്തിൻ്റെ ആദ്യപടി. ഏത് കാര്യവും ആരംഭിക്കുന്നതിന് മുമ്പ് വിശദമായ പഠനവും വിശകലനവുമൊക്കെ അത്യാവശ്യമാണ്. എന്നാൽ തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വെച്ച് താമസിപ്പിക്കരുത്. എപ്പോഴും ആദ്യത്തേതാവുക എന്നതിന് പല പ്രത്യേകതകളുമുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാത്തതിനാൽ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുക എന്നതാകണം നമ്മുടെ രീതി. മഴക്കാലത്ത് നിലത്തു വീണ ഒറ്റ നാളികേരം പഴുത്തു വലിയ തെങ്ങായി മാറുന്നത് പോലെയാണ് ജീവിതത്തിലെ ചെറുതുടക്കങ്ങൾ. ചിലപ്പോൾ ഒരു ചോദ്യം, ഒരു സന്ദേശം, പുസ്തകത്തിലെ ഒരു വരി തന്നെ മതിയാകും ജീവിതം മാറ്റിമറിക്കുന്ന ധാരാളം മാറ്റമുണ്ടാക്കാൻ. ജീവിതയാത്രയിൽ നമ്മുടെ ചിന്തയിലും ഭാവനയിലും വിരിയുന്ന പുതിയ ആശയങ്ങൾ, സാധ്യതകൾ ഉടൻ എല്ലാം എഴുതി വയ്ക്കുക. ഓർമ്മയിൽ വിശ്വസിക്കാതെ ഫോണിലോ ബുക്കിലോ കുറിച്ചിടുക. ഇതൊക്കെയാണ് നാളേക്കു വേണ്ടിയുള്ള വിത്തുകൾ. നമ്മുടെ സ്വപ്നങ്ങളും പദ്ധതികളുമൊക്കെ എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ തലച്ചോർ റീപ്രോഗ്രാം ചെയ്യുകയും അവയുടെ സാക്ഷാത്കാരത്തിനുള്ള വഴി തെളിയുകയും ചെയ്യും. എഴുതിയതിനെ പ്രവൃത്തിയിലുറപ്പിക്കാൻ വേണ്ടി ദിവസം തോറും ഒരു പുതിയ ചുവട് വയ്ക്കുക. ചെറുതായാലും സ്ഥിരമായ ശ്രമം കൊണ്ട് പർവ്വതങ്ങളെ വരെ നീക്കാം. ടോർട്ടോയ്സ് തിയറി അടിവരയിടുന്നതും സ്ഥിരമായ മെച്ചപ്പെടുത്തലിലൂടെ വിജയത്തിലെത്താമെന്നാണ്. ജീവിത വഴിയിൽ നമുക്ക് ഊർജം നൽകുന്നത് സന്തോഷത്തിന്റെ ഹോർമോണുകളാണ്. ആ ഹോർമോണുകളെ സ്വോദ്ദേശ്യപൂർവ്വം വളർത്താനാകും. നാം പലപ്പോഴും സന്തോഷം അന്വേഷിച്ച് പുറത്തേക്ക് പോകുന്നു. എന്നാൽ യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഉള്ളിൽ നിന്നും വരുന്ന സന്തോഷം ഉറവ പോലെയാണ്. അത് നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കും. ആ പ്രവാഹമാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സാർത്ഥകവും മികച്ചവയുമാക്കുന്നത്. സന്തോഷവും സമാധാനവും സമന്വയിക്കുമ്പോൾ ക്രിയാത്മകതയും ഉൽപാദനക്ഷമതയും വർദ്ധിക്കും. സ്വയം സ്നേഹിക്കാനും ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താനും ഈ നിമിഷം പൂർണ്ണമായി ജീവിക്കാനും പഠിക്കുമ്പോഴാണ് നാം യഥാർത്ഥ സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നത്. സമാധാനമുള്ള മനസ്സുകളിൽ നിന്നാണ് നല്ല ചിന്തകളും ആശയങ്ങളും ഉയർന്നു വരിക. പിന്നിട്ട വഴികളിലെ അപാകതകൾ പരിഹരിക്കുവാനും നൂതനമായ വഴികളിലൂടെ സഞ്ചരിച്ച് വിജയപഥത്തിലേക്ക് കുതിക്കുവാനും ഈ ചിന്തകൾ സഹായകമാകും. മനസ്സിന്റെ ശാക്തീകരണവും പോസിറ്റിവിറ്റിയും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുമെന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ വിജയമന്ത്രം. തുടങ്ങാൻ ധൈര്യപ്പെടുക. നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ പ്രയാണം തുടരുക. ജീവിത വിജയം സുനിശ്ചിതമാകും. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552625 എന്ന വാട്സപ്പ് നമ്പറിലോ ceo-media+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.